കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ അനുഗ്രഹീതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവ് എന്ന് പറയുന്ന ദൈവദാസന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ കടന്നു വന്ന ഒരു കാലഘട്ടമുണ്ട്. വധഭീഷണികൾ, ശാരീരികവും മാനസികമായിരിക്കുന്ന ക്ലേശങ്ങൾ എന്ന് വേണ്ട അനവധിയായിരിക്കുന്ന പ്രതികൂലത്തിന് നടുവിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വമായിരുന്നു ദൈവദാസന്റെ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കൊല്ലുമെന്നുള്ള ഭീഷണിയോടുകൂടെ താൻ പാറയുടെ പിളർപ്പിൽ പാർക്കുകയും അവിടെ നിന്നും യേഹൂവിന്റെ മകനായിരിക്കുന്ന ദിസിയെ അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷയ്ക്കും പിന്നെ അനന്തരം തന്റെ അവകാശിയായിട്ടൊരു ശിഷ്യനെ തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്ത ചിത്രങ്ങൾ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന അഹാബ് തന്റെ പ്രിയഭക്തിയായിരിക്കുന്ന ഇസബേൽ അവർ രാജ്യഭരണത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന ആ സമയത്ത് തന്റെ കൊട്ടാരത്തിന് സമീപത്ത് ഒരു കൃഷിക്കാരനായിരിക്കുന്ന സാധാരണക്കാരനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കൃഷിക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ നാബോത്ത്, അദ്ദേഹത്തിന് നല്ല ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അത് തന്റെ പിതാക്കന്മാരുടെ അവകാശമായി കിട്ടിയതാണ്. ആ അവകാശം തനിക്കും തന്റെ കുടുംബത്തിന്റെ അവകാശമായി കൃഷി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് രാജാവ് തന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ മുന്തിരിത്തോട്ടം വേണം, ചീരത്തോട്ടമാക്കാൻ. അപ്പോൾ നാബോത്ത് പറഞ്ഞു, ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, ഇതെനിക്കൊരിക്കലും തരാൻ കഴിയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്നും മടങ്ങിപ്പോയി. രാജാവിന് ഊണില്ല, ഉറക്കമില്ല, നിരാശയും സങ്കടവും വേദനകളും തന്റെ ഉള്ളിൽ വലിയ പ്രയാസം ഉരുത്തിരിഞ്ഞു. തന്റെ ഭാര്യയായിരിക്കുന്ന സഭയിൽ ചോദിച്ചു, നിങ്ങൾ ആഹാരം കഴിക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നത്? ആ തോട്ടം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്കത് വാങ്ങിത്തരാം. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, തരില്ല എന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞത്, സ്വർണമോ വെള്ളിയോ അതിനാ തുല്യമായിരിക്കുന്ന പകരം വസ്തു തരാം, മുന്തിരിത്തോട്ടം തന്നെ തരാം, എന്നാൽ എനിക്കിത് വേണം. അതെന്റെ മോഹമാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ്. ചില മോഹങ്ങളും താല്പര്യങ്ങളും അങ്ങനെയാണല്ലോ. അത് ചെന്ന് അവസാനിക്കുന്നത് അപകടത്തിലാണ്, അനർത്ഥങ്ങളിലാണ്. അതൊക്കെ നമുക്ക് കാഴ്ചകളിലും അനുഭവങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തന്റെ ഭാര്യ പറഞ്ഞു, ഞാനത് വാങ്ങിത്തരാം, അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെയാണോ നീ വിചാരിച്ചാൽ നടക്കുന്നത്? നിങ്ങൾ ശാന്തമായി ഭക്ഷണം കഴിച്ചുറങ്ങൂ, പരിഹാരമുണ്ടാക്കാം. കുറെ നേരം സഭയില് ശാന്തമായി ചിന്തിച്ചിട്ട് പട്ടണത്തിലുള്ളതായിരിക്കുന്ന ചില മൂപ്പന്മാരെ വരുത്തി, പ്രമാണികളെ വരുത്തി. പള്ളിപ്രമാണികളായിരിക്കുന്ന ആളുകൾ കൊട്ടാരത്തിൽ വന്ന് സഭയിലിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധം ചെയ്യണം, സകലരെയും ഉപവാസത്തിൽ ക്ഷണിക്കണം. അതിഥികളായി ശ്രേഷ്ഠന്മാരും സമ്പന്നരും അവിടെയുള്ളതായിരിക്കുന്ന വലിയ വലിയ പ്രമാണികളെയൊക്കെ നിങ്ങൾ വിളിക്കണം. ആ കൂടെ നാബോത്തിനെ കൂടെ നിങ്ങൾ ക്ഷണിക്കണം. അദ്ദേഹം ഇടത്തുകാരനായിരിക്കുന്ന ഒരു സമ്പന്നനാണ്. അദ്ദേഹത്തെ പ്രധാന സ്ഥലത്ത് ഇരുത്തുകയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. സഭയിൽ പറഞ്ഞു, രാജാവിനും നിയമത്തിനും എതിരെ നാബോത്ത് സംസാരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കണം.
അങ്ങനെ അവർ കപ്പം വാങ്ങി. രാജകൽപ്പനയല്ലേ, ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ ഒരു ഉപവാസം ചെയ്തു. നാബോത്തിനെ വിളിച്ചു. നാബോത്തിനെതിരെ രാജാവിനെ കൊണ്ട് അപവാദം പറയുന്നു എന്ന് പറയിപ്പിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇന്ന് ഇതുപോലുള്ളതായിരിക്കുന്ന ആരോപണങ്ങൾ എത്രയോ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. നിരപരാധികൾക്ക് വേണ്ടി ആരോപണങ്ങൾക്ക് വിധേയപ്പെട്ട എത്ര പേരുടെ ഭാവി ജീവിതം, പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകളൊക്കെ തകർന്നു പോയിരിക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം. ഈ ആരോപണത്തിൽ രാജാവ് തന്നെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും തന്നെ കൊല്ലുകയും ചെയ്തു. കല്ലെറിഞ്ഞു കൊല്ലാനാ പറഞ്ഞത്. അങ്ങനെയുള്ളവരെ രാജകൽപ്പന അതാണ്, കല്ലെറിഞ്ഞു കൊല്ലണം. 21-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ സവിസ്തരമായി നിങ്ങൾ വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. ഇതിനകത്തുള്ളതായിരിക്കുന്ന ഒരു ആത്മീയ ചിന്തയുണ്ട്. ആ ചിന്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ കല്ലെറിഞ്ഞ് കൊന്നു. ഈ വർത്തമാനം രാജാവിന്റെ ചെവിയിൽ എത്തി. നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് നാബോത്തിന്റെ മരണം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. അതിനുശേഷം പറയുന്നു, നീ ചെന്ന് അത് കൈക്കലാക്കാൻ പറയും. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഇസബേൽ പറഞ്ഞു, നീ ആഗ്രഹിച്ച തോട്ടം കൈക്കലാക്കാൻ. അത് കൈക്കലാക്കാൻ വേണ്ടി അവിടേക്ക് പോകുമ്പോൾ, അവിടേക്ക് ചെല്ലുന്ന ആ നേരത്ത് അവിടെ പ്രവാചകൻ വരുന്നുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യം, പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വന്ന് ചോദിക്കുകയാണ്, നീ നാബോത്തിന്റെ സ്ഥലം കൈവശമാക്കാൻ പോകുകയാണോ എന്ന് ചോദിച്ചു. അവനെ ചതിച്ച്, അവനെ ഇല്ലായ്മ ചെയ്ത്, അവനെ നശിപ്പിച്ച്, അവന്റെ പിതാക്കന്മാരുടെ അധ്വാന ഫലം നീ കൈക്കലാക്കുന്നു. നീ അവനെ കല്ലുകൊണ്ട് നാട്ടുകാരെ കൊണ്ടെറിയിച്ചു, കല്ലിൽ കൂനകളാക്കി മാറ്റി. അവന്റെ രക്തം ആ പ്രദേശങ്ങളിൽ ഒഴുകുകയാണ്. അത് ദൈവസന്നിധി നിലവിളിയെത്തിയിരിക്കുകയാണ്. നീ അവനെതിരെ പ്രവർത്തിച്ചു എങ്കിൽ, നീ ചതിയിലൂടെ നീ അത് വാങ്ങുന്നു എങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ രക്തം, നാബോത്തിന്റെ രക്തം വീണയിടത്ത് നായ്ക്കൾ നക്കുന്നൊരു കാലം വരും. ഇതൊരു പ്രവചനമാണ്, ഇതൊരു ദൂതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രകളിൽ നമുക്ക് ലഭിക്കപ്പെട്ടതായ ചില അവകാശങ്ങൾ, നമ്മുടെ പിതാക്കന്മാരുടേത്, നമ്മുടെ അധ്വാനത്തിന്റെ, നമ്മുടെ പ്രയത്നത്തിന്റെ, നമ്മുടെ ജോലിയുടെ, നമ്മുടെ ബിസിനസിന്റെ, നമ്മൾ അധ്വാനിച്ച് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന നന്മകൾ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസബേലിന്റെ ചില ആത്മാക്കളുണ്ട്. അത് ഊടാടി സഞ്ചരിക്കുകയാണ്. ആരോപണങ്ങൾ പറയാൻ, ആരോപണത്തിൽ നിന്നെ തകർക്കാൻ, അപവാദത്തിൽ നിന്നെ ഇല്ലാതാക്കാൻ, ഏത് വിധത്തിലും നിന്നെ നശിപ്പിച്ചു കളയുവാൻ നിന്റെ പിന്നിൽ ഒരു ദുഷ്ട ആത്മാവ് കറങ്ങി നടക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തില്, നിന്റെ മക്കളുടെ ജീവിതത്തില്, മുൻപോട്ടുള്ള യാത്രകളില്, പ്രവർത്തനങ്ങളില്, ശുശ്രൂഷകളില് ഒരു വലിയ ഉന്നതമായ നിലയിലെത്തുമെന്ന് കണ്ടുകൊണ്ട് ഇല്ലായ്മപ്പെടുത്തുവാന്റെ കവണ്ണം ഒരു ഇസബേലിന്റെ ശക്തി പോരാടുന്നില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. വെറുതെ നിങ്ങൾക്കത് കാണാൻ കഴിയും. പാരമ്പര്യത്തിന്റെ ഇസബേലുണ്ട്, രോഗത്തിന്റെ ഇസബേലുണ്ട്, നശിപ്പിക്കുന്ന ഇസബേലുണ്ട്, ഇല്ലായ്മപ്പെടുത്തുവാൻ വരുന്ന ഇസബേലുകളുണ്ട് നിന്നോടൊപ്പം നിൽക്കുന്ന. അതുകൊണ്ടാണ് 91 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വേട്ടക്കാരന്റെ കണിയിൽ നിന്നും പിടിവിക്കും. ഒരു വേട്ടക്കാരൻ നിന്റെ പിന്നിലുണ്ട്, അപവാദം പരത്തുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, തകർത്ത് കളയുവാൻ. ആത്മീയമായ ചിന്തകളെ ഉണർത്തിക്കൊണ്ട്, ആത്മീയമായിരിക്കുന്ന പരിവേഷത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ദൈവികമായ ശുശ്രൂഷയെ അനുഗ്രഹമാക്കിക്കൊണ്ട്, ഈ ദർശനം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ആ ഭാഗം ഞാനിവിടെ നിർത്തുകയാണ്. സമയത്തിന്റെ പരിധികൾ കൊണ്ട് ദൈവികമായ പ്രവചനമാ, ദൈവികമായൊരു ദൂത ദൈവം തന്റെ ദാസനെ പറഞ്ഞയച്ചു. നീ പോകരുത്, നീ കൈവശപ്പെടുത്തരുത്.
അതവന്റെ അധ്വാനമാണ്. നീ ചതിച്ചിട്ട് വീണ്ടും വീണ്ടും അവനെ വേദനിപ്പിക്കാനോ അവന്റെ കുടുംബത്തെ വേദനിപ്പിക്കാനോ പോകുന്നെങ്കിൽ അത് നിനക്ക് ശരിയായ വഴിയല്ല. ഈ നാളുകളിൽ നമ്മെ നശിപ്പിക്കുവാൻ എഴുന്നേൽക്കുന്ന അനേക കുടുംബങ്ങൾ, ശക്തികൾ, ജീവിതങ്ങൾ, വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കടുത്ത് വരാം. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി കേൾക്കപ്പെടുന്ന വചനങ്ങൾ അനുഗ്രഹവും രോഗങ്ങൾക്ക് സൗഖ്യവും അനേക കുടുംബങ്ങളിൽ ഇസബേലിന്റെ ആത്മാവിന്റെ ശക്തികളാൽ ശാരീരികവും മാനസികവും തളർന്നു പോയി കിടക്കുന്ന അനേകരുണ്ട്. കൈവശപ്പെടുത്താൻ വരുന്ന ശക്തികളുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സൗഖ്യം, ബിസിനസ്സുകൾ, നന്മകൾ ഇതൊക്കെ ഇല്ലായ്മപ്പെടുത്തുവാൻ ഇസബേലിന്റെ പോരാട്ടങ്ങൾ ബാധിച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗശൈലിയിൽ വിടിവിക്കണം. ജോലിക്കായി സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിവിധ രാജ്യങ്ങളിലുണ്ട്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.